താമണ്ണോ തായില്യമോ ഏതില്ലവാന്നേലും ഇളവൻ മടമോ ഏതേലും മടമായിക്കോട്ടെ, അങ്ങനെ ഒത്തിരി ഉണ്ട് ഗടി കെട്ടിയവര്. നീ അയിരൂരയോ ഉരുടാമണ്ണിൽ ഏതും ആയിക്കോട്ടെ, നീ കളിയിക്കിലോ കൊച്ചു കളിയിക്കിലോ വലിയ കളിയിക്കിലോ വട്ടശ്ശേരിയോ ഏത് ശേരിയാന്നേലും. മനസ്സിലാകുന്നുണ്ടോ? പകലോ മറ്റും ശങ്കരപുരി കാളി കാവ് ഏത് കാവിനകത്താന്നേലും നീ രക്ഷിക്കപ്പെടാതൊക്കത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ അച്ഛനുണ്ട്, ചെമ്മാച്ചനുണ്ട്, കപ്പിയാറുണ്ട്, കശീശായുണ്ട്, ഏത് ശായ ഉണ്ടെങ്കിലും ഒരു 9 ശായ ഉണ്ടെങ്കിലും നീ രക്ഷിക്കപ്പെടണം. എൻ്റെ അപ്പച്ചൻ പാസ്റ്ററാ, സെൻട്രൽ പാസ്റ്ററാ, ഓവർസിയറാ, സൂപ്രണ്ടാ, പ്രസിഡന്റാ, ഏത് കൊലകൊമ്പനാന്നേലും നീ രക്ഷിക്കപ്പെടണം. ഞങ്ങൾ ആ പള്ളിക്ക് സ്ഥലം കൊടുത്തത് അത് തിരിച്ചെടുത്തുകൊന്നും വേണ്ട, പക്ഷെ നീ രക്ഷിക്കപ്പെടണം. ഞങ്ങളുടെ കുടുംബത്തിന് വസ്തുവിനകത്ത് ആ കുരിശും തൊട്ടി അത് പൊളിക്കുവൊന്നും വേണ്ട, പക്ഷെ നീ രക്ഷിക്കപ്പെടണം. മെത്രാൻ ഞങ്ങളുടെ ഉപ്പാപ്പന ആയിക്കോട്ടെ, മെത്രാന്റെ കാര്യം നിന്നിപ്പോ എങ്ങനെയാന്നുള്ളതാ. മെത്രാനാന്നേലും കൊള്ളാം, കൊത്രാനാന്നേലും കൊള്ളാം, അയ്മേനിയാന്നേലും കൊള്ളാം, തിരുമേനിയാന്നേലും കൊള്ളാം, പാസ്റ്ററാന്നേലും കൊള്ളാം, ഉപദേശിയ. ഞങ്ങള് കൊച്ചുകുഞ്ഞുദേശിയുടെ കുടുംബത്തില മൂത്താം പാക്ക്, ഏത് പാക്കാന്നേലും പാക്കിനകത്താന്നേലും നീ രക്ഷിക്കപ്പെടണം. അല്ല, നടക്കത്തില്ല. ഇത് ഞാൻ ഒപ്പിച്ചതല്ല, ഈ തിരുവഴുത്ത് അങ്ങനാ പറയുന്നത്. അതുകൊണ്ടാ ഇത് തീർത്ത് പറയുന്നത്. ഞങ്ങൾ കുന്നംപുറത്തെയോ കുന്നു താടലെയാന്നേലും നീ രക്ഷിക്കപ്പെടണം. ഞങ്ങൾ കുന്നിലെയാ, കുന്നിൽ. ദൈവത്തിന് മഹത്വം. നീ ഏത് കൊലകൊമ്പനാന്നേലും രക്ഷിക്കപ്പെടണം. അല്ലാ, ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ മറ്റൊരുത്തലും രക്ഷയില്ല. യേശുക്രിസ്തു മാത്രമാ രക്ഷകൻ. അങ്ങനെ രക്ഷിക്കപ്പെട്ടാൽ ഒരാവിചാരവും നിനക്ക് പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ടവർ അടുത്തത് സ്നാനപ്പെടണം. അത് ബെന്തിക്കോസുകാരൊപ്പിച്ചതല്ല, വേറെ പുസ്തകത്തിന്റെ പ്രമാണമാ. സ്നാനപ്പെട്ടേ നോക്കൂ. ഓടിച്ചവസാനിപ്പിക്കാം. ചാണ്ടിച്ചായ സമയം എന്നായി? 9 10 വരെ പോട്ടെ. പോട്ടെന്ന് പറഞ്ഞാൽ അച്ഛനും ഞാനുമേ കാണുള്ളൂ. നിങ്ങളെല്ലാം എഴുന്നേറ്റ് പോകും. ഇല്ല, പെട്ടെന്ന് നിർത്താം. 3 ആഭിചാരം പറ്റാതിരിക്കാൻ മൂന്നാമത്തെ കാര്യം. ഞാൻ ഈ ഭാഗത്ത് നിന്നാ സംസാരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, സാധാരണ കൺവെൻഷനുകളിൽ ചിലര് ഈ ഭാഗം എടുക്കത്തില്ല. എനിക്ക് ഇങ്ങനെ നടത്തിപ്പ് കിട്ടി അങ്ങ് എടുക്കുക. ദൈവത്തിന് മഹത്വം. 3 ആഭിചാരം പറ്റാതിരിക്കാൻ മൂന്നാമത്തെ കാര്യം. മോളെ വായിച്ച് 24-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കണം. അവന്റെ തോട്ടുകളിൽ നിന്ന്, ഒന്നുകൂടെ വായിച്ചേ. അവന്റെ തൊട്ടികളിൽ നിന്ന്. ഒന്നുകൂടെ വായിച്ചേ മോളെ. അങ്ങനെ തന്നെ. അവന്റെ തൊട്ടികളിൽ നിന്ന് അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളമൊഴുകുന്നു. തൊട്ടികളിൽ നിന്ന് വെള്ളമൊഴുകുന്നവൻ ഒരാഭിചാരവും പറ്റത്തില്ല. എന്തുവാ തൊട്ടി? എന്തുവാ വെള്ളം? എങ്ങോട്ടാ ഒഴുകേണ്ടത്? ഒഴുകിയാലുള്ള ഗുണം എന്നാ? അതെല്ലാം അടുക്കടുക്കായിട്ട് പ്രസംഗിക്കണമെങ്കിൽ എനിക്ക് സമയം ഇതൊന്നും പോരാ. 10 പോരാ, 11 പോരാ. പക്ഷെ ഇത് കൺവെൻഷൻ ആയതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക. സ്തോത്രം. അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളമൊഴുകുന്നു. തൊട്ടിക്കകത്ത് നിന്ന് വെള്ളമൊഴുകുന്ന അവന് യാക്കോബിന് ആഭിചാരം പറ്റത്തില്ല. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്ന് പറയുകയാ, അവനെ ദാഹിക്കുന്നവനല്ല എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുവന്ന് നിന്റെ ഹൃദയമാകുന്ന തൊട്ടിക്കകത്ത് നിന്ന് പരിശുദ്ധാത്മാവിന്റെ വെള്ളം ഒഴുകണം. പ്രൈസ് ദി ലോർഡ്. ഒരു നദി ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതിന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യേ കൊണ്ട് അത് കുലുങ്ങിപ്പോകത്തില്ല. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ഈ നദി ഒഴുകും. ഈ നദി ഒഴുകി ചെല്ലുന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണികൾ ജീവിച്ചിരിക്കും. തോട്ടം നനയ്ക്കാൻ ദൈവം ഒരു നദി പുറപ്പെടുത്തി. ഒരു 4 ശാഖ. ഒന്നാമത്തത് ഭീഷ്വാൻ, വെള്ളച്ചാട്ടം എന്നർത്ഥം. അത് കവിയിലാലേശം മുഴുവൻ ചുറ്റും. അവിടെ പൊന്നുണ്ട്, ഗുൽഗുലുണ്ട്. അവിടുത്തെ പൊന്ന് മേത്തരമാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല്, ആത്മാവിന്റെ ജലം
ആത്മാവിന്റെ നദി ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിനകത്ത് നിന്ന് ഒഴുകണം. ഈ നദി ചെല്ലുന്നിടത്തൊക്കെ ചലിക്കുന്ന പ്രാണികൾ ജീവച്ചിരിക്കും. സാത്താന്റെ കെട്ടുകളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി ഇന്ന് രാത്രി പ്രാർത്ഥിക്കും. ദൈവമേ, ഈ നദി എന്റെ ഉള്ളിൽ നിന്ന് ഒഴുകട്ടെ. ഈ നദിയിൽ ഒന്ന് യാനം ചെയ്യാൻ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ദൈവിക വിടുതൽ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിന്റെ ഹൃദയമാകുന്ന തൊട്ടിക്കകത്ത് നിന്ന് പരിശുദ്ധാത്മാവിന്റെ ജലമൊഴുകിയാൽ, പരിശുദ്ധാത്മാവിനെ നേരി ഒഴുകിയാൽ ഒരു ആപചാരവും നിനക്ക് പറ്റത്തില്ല, ഒരു മന്ത്രവാദവും ഏക്കത്തില്ല, ഒരു ദുഷ്ടശക്തിയും നിന്നെ തൊടുകയില്ല. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. ധാരാളം കാര്യങ്ങൾ നിന്ന് പറഞ്ഞാൽ കൊള്ളാന്നുകൊണ്ട് ഞാൻ അങ്ങ് പെട്ടെന്ന് നിർത്തുക. ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. കാരണം ഒന്ന്, രക്ഷിക്കപ്പെട്ടവരാ; രണ്ട്, സ്നാനപ്പെട്ടവരാ; മൂന്ന്, അഭിഷേകം. എടാ, തപയ്ക്കകത്തുള്ളവനെല്ലാം അഭിഷേകം പ്രാപിക്കണം. ഈ ഉമ്മ സെക്രട്ടറിയാ, ട്രഷറാ, കുന്തവാനും പറഞ്ഞ് ഉമ്മ പാടത്ത് മുണ്ടിയിരിക്കും പോലെ കൈ വടിക്കുകയില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല. ഉമ്മ വന്ന് മെനക്കെട്ട്. പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ ഇതാ ഇതിന്റെ ബലം. അല്ല, നിന്റെ കാശിന്റെ ബലം ഒന്നുമല്ല. നിന്നേക്കാൾ കാശുള്ള ആൾക്കാർ വേറെ ഉണ്ട്. നിനക്ക് ഈയിടെ ഇച്ചിരി പിള്ളേർ വെളിയിൽ പോയിന്റ് ഇച്ചിരി ആ 10 പൂത്ത് അതിന്റെ കുന്തളിപ്പാ നിനക്ക്. എന്നിട്ട് പറയാ, ഡാഡി മട്ടനെ യൂസ് ചെയ്യുള്ളൂ. ഇവൻ കുട്ടൻ ചുട്ട് തിന്നവനാ. ഇപ്പൊ ഇവൻ മട്ടൻ. പിള്ളേരിപ്പം വെളിയിൽ പോയപ്പോ ഇച്ചിരി കാശ്. ഡാഡി അമ്മാമ്മ, ഞാൻ വണ്ടി ഇല്ലെങ്കിൽ എനിക്ക് വെള്ളം പൊങ്ങിയപ്പോ ഏത് വണ്ടിയായിരുന്നു? ഞാൻ കണ്ടതാ വെള്ളം പൊങ്ങിയ ഒരു തള്ള വലിയ ജമ്പിനകത്തിരുന്ന് പോകുന്നു. അയ്യോ, എന്നെ കാണിച്ച് തള്ള ഏതാണെന്ന് എനിക്കറിയാൻ മേല. ഒരു മുഴുത്ത തള്ള. അയ്യോ, ഞാൻ സത്യം പറയുക, കള്ളമല്ല പറഞ്ഞേ. ഒരു വലിയ ജമ്പിനകത്തൊരു തള്ള, പിന്നെ പിടിപ്പുള്ളൊരു തള്ളയാ തള്ളിക്കൊണ്ട് പോകുന്നത്. എന്തിയാ കാറ്? ഒരാൾ പറഞ്ഞു, ഞാൻ എൻ്റെ മെത്തേല് കിടക്കുള്ളൂ. വെള്ളം പൊങ്ങിയപ്പോ ക്യാമ്പിൽ പോയി ബെഞ്ചാ കിടക്കുന്നത്. എന്തിയാടാ നിന്റെ മെത്ത? ദൈവം പിടിക്കും സകല എണ്ണത്തിനെയും. സ്തോത്രം. കൗശലത്തിലും ദൈവം പിടിക്കും. ഡംബികളോട് ഡംബം കാട്ടരുത്. ആമേ ശാഠ്യത്തോട് സംസാരിക്കുകയും അരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഭയപ്പെട്. അതാ സകല മനുഷ്യനും വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തെ ഭയപ്പെട്. എപ്പോഴും അതിര് വയ്യേലും വടിയും കുത്തി അതിരെ. നീ വെള്ളം പൊങ്ങിയപ്പോ ഒന്നും അതിരും കാണാനില്ല, കല്ലും കാണാനില്ല. കണ്ടതല്ലേ ഇതൊക്കെ? അയലത്തുകാരോട് ആരോട് സഹകരിക്കുകയല്ലേ ഇവര്? പണ്ടൊക്കെ അങ്ങനല്ല, മതിലുകൾ അധികമില്ല, അതുകൊണ്ട് കയറി ഇറങ്ങുകയൊക്കെ ചെയ്യും. ഇപ്പൊ എല്ലാം സെപ്പറേറ്റ് മതില്. പണ്ടൊക്കെ എന്തായാലും ഒരു കാര്യത്തിന് അടുത്ത വീട്ടിൽ ചെല്ല്, മാമ ഇച്ചിരി കടുക ചോദിക്കുകയല്ലേ. ഇന്നിപ്പം ഒന്നും ഉണ്ടാക്കുന്നില്ല, പിന്നെ ഇതിനെ കടുക എല്ലാം കോളന്. ഹലോ, പിന്നെ എന്തോ അതിനെ പറയുന്നത്? ഏതോ അല്ലടേ കൊണ്ടുവരുന്നവർക്ക് പറഞ്ഞ് എന്നാ സൊമാറ്റോയോ? ഹലോ, ഹായ് ബ്രദർ, ഇന്നാള് വന്ന ബ്രദറാന്നോ? അതെ മാമേ. ഓക്കെ, സഡൻ കൊണ്ടുവരണേ. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ ആൻറ്റിച്ചാ. പണ്ടങ്ങനല്ലേ, ഞാൻ കുറച്ചുകൂടെ പുറകോട്ട് പറയാം, നിങ്ങളൊന്നും യോജിക്കുകയല്ല. പണ്ടൊക്കെ മിക്ക വീടുകൾ ബെല്ലടിക്കുന്നവർ പറ, ഒരു 10:30 ആകുമ്പോൾ വിളിക്കാൻ പറ. അല്ല പിന്നെ അത് വിളിച്ചോണ്ടിരിക്കും. ബോധമില്ലാത്തതിൻ്റെ അടുത്ത് ഞാൻ വന്നേക്കുന്ന 10:30 വിളിച്ചാൽ മതി. അപ്പൊ പണ്ട് കാലത്തെ നിങ്ങൾ പുറകോട്ടൊന്ന് ചിന്തിച്ചേ.
ഇന്നത്തെ പോലെ മെഴുകുതിരിയോ തീപ്പെട്ടിയോ ഇതൊന്നുമില്ല. അപ്പം അടുത്ത വീട്ടിൽ തീക്ക് പോവും. തൊണ്ട് കൊടുത്താ വിടുന്ന അമ്മ, എടാ ഈ തൊണ്ട അവിടെ ചെന്ന് ചെലുത്തി. അപ്പൊ ഈ തൊണ്ട് അങ്ങനെ പോയിട്ടുള്ളവരെന്റെ ഒന്ന് കൈ പൊക്കിക്കേ. ആ മുഴുവനെണ്ണം പോയിച്ച് വന്നിരിക്കുക. അയ്യോ അങ്ങനെ പണ്ട് കാലം. ഇപ്പൊ ഒന്നും പോണില്ല, വെടിവെക്കുമ്പോ കത്തുക ഇല്ലേ? ദൈവത്തിന് മഹത്വം. അപ്പൊ പണ്ട് കാലത്ത് മതിലുകളൊന്നും അധികമില്ല, സഹകരണം ഉണ്ടായിരുന്നു. സഹകരണം ഭയങ്കര മതിലും എല്ലാം കെട്ടി ഗേറ്റും ഒക്കെ ഇട്ട് ആമത്താഴ് വിട്ട് പൂട്ടി 2 പാല് മുറിച്ച പട്ടി. അവസാനം വെള്ളം അങ്ങോട്ട് പൊങ്ങിയപ്പം തള്ളയിരുന്ന് ഞെക്കുക, ഗേറ്റ് തുറക്കാൻ. എവിടെ തുറക്കാനാ? വെള്ളം അടിച്ചു കയറി. റിമോട്ട് തള്ളയിരുന്ന് ഞെക്കുക. എന്നാ പറഞ്ഞ, അച്ഛാ ഞെക്കിയിട്ട് വരുന്നില്ല അച്ഛാ. എന്താ പറഞ്ഞ, ഞെക്കടി അച്ഛാ, തുറക്കുന്നില്ല അച്ഛാ. അച്ഛാനാ ഞെക്ക പറഞ്ഞ എന്റെ തള്ളവരിൽ വേദന എടുക്കുന്നടി. അന്നേരം വെള്ളം അടിച്ചു കയറി തള്ള ചാടി. പയ്യാമ്മേനകത്ത് തള്ള ഒരു തരത്തിൽ മേളിൽ കയറി വേറെ തള്ളേനെ കലിക്കോട്ട് പൊക്കിക്കൊണ്ട് പോയി. അയാൾ പറഞ്ഞ് ഒന്നുമില്ലായിരുന്നെന്നും. കേട്ടതല്ലേ? ഓ, നിങ്ങളെല്ലാം യൂറോപ്പിൽ നിന്ന് വന്നതാ. എന്റെ ഏടാ അവര് തള്ള ഏടാ അങ്ങനെ ആയിരുന്നടാ. മനസ്സിലായോ? വല്ലോ ദൈവസന്നിധിയിലെ ഭയത്തോടെ ജീവിച്ചോണം. ഇതെല്ലാം വന്നിട്ട് പഠിക്കുന്നില്ലല്ലോ. ഇതെല്ലാം വന്നിട്ട് പഠിക്കുന്നോ? മനുഷ്യനെ മനുഷ്യനായി കാണ്. ജാതികളുടെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, വർഗത്തിന്റെ പേര് പറഞ്ഞ്, വർണ്ണത്തിന്റെ പേര് പറഞ്ഞ് അലോക്യമുണ്ടാക്കരുത്. ഹൈന്ദവനോ ക്രൈസ്തവനോ അക്രൈസ്തവനോ നിരീശ്വരവാദിയോ ബുദ്ധനോ ജൈനനോ പാഴ്സിയോ ആരുമാകട്ടെ, നിരീശ്വരവാദി ആരുമാകട്ടെ, മനുഷ്യനല്ലേ. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണ്. ബാധ്യതയിൽ അടച്ചു കെട്ടിയോ ആരുമായിട്ടൊരു ബന്ധമില്ല. അലറിയാ നീ തൊലഞ്ഞാ പോലും ഒരെണ്ണം വരികയല്ല. എത്ര എണ്ണമാ തന്നെ കിടന്ന് തൊലയെന്ന് നമ്മൾ പറയാം. അങ്ങനെ ആരുമില്ലായിരുന്നു. എല്ലാവരും എന്നെ എടുക്കപ്പെട്ടോ? എല്ലാവരും ഇവിടൊക്കെ തന്നെ ഉണ്ട്. എന്നെ ആരും വരാതെ ഇതിലേ കയറി വരാന്. പട്ടി ആശുപത്രി കൊണ്ടുപോകുമോ? പട്ടി ഉണ്ടെന്ന് പറഞ്ഞ ഏത് പട്ടിയാ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയേ? പട്ടി. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണ്. നിന്റെ പണമുണ്ടല്ലോ, പ്രതാപം, ഇതൊന്നും സ്ഥിരമുള്ളതല്ല. കുരുകിൽ വാറിപ്പോകുന്നത് പോലെ പോകും നിന്റെ പണം. മനസ്സിലായോ? ഇപ്പൊ കയ്യിലുള്ള കാശ് ഒരു നല്ല അസുഖത്തിനില്ല. ഇപ്പൊ ഇത് ബിസിനസ് ആയതുകൊണ്ട് അങ്ങോട്ട് ചെന്ന ഉടനെ മുഴുവൻ അങ്ങ് സ്കാൻ ചെയ്താ. ഡ്രൈവറാൻ പിടിച്ച് സ്കാൻ. അവർ ഞാൻ ഡ്രൈവറാ, നീയും അവർക്കിതൊന്നും വിഷയമില്ല. അതുകൊണ്ട് ഡ്രൈവർമാർ പറയും പൊക്കോ പൊക്കോ പൊക്കോ. ബിസിനസ് ആണെന്നിതല്ല. ചെന്ന ഉടനെ തലവേദനയ്ക്ക് മൂക്കടപ്പിന് ചെന്നതാ. എന്തെല്ലാം പരിശോധനയാ. ഒരു വെള്ളം തിളപ്പിച്ച് ആവി തീരാനുള്ളതേ ഉള്ളു. ഒരു ആവിക്ക് പിന്നെ ചൊവ്വനൊന്ന് ആവി പിടിച്ചാൽ മതി, അത് തീരാനാണ്. അതിന് അവിടെ ചെന്നപ്പോൾ എന്തെല്ലാം അങ്ങാടി മരുന്ന് കുറിക്കും പോലെ. എവിടാ വീട് ചോദിക്കുന്നതിനനുസരിച്ച് കുറിക്കുക. ഹസ്ബൻഡ് എവിടാ? പിള്ളേരെത്രയുണ്ട്? ഇത് ഓരോന്നോരോന്നിന്. ചില തന്നെ ഡെമ്പ് വർത്താനം പറയും കാനഡയില. അപ്പോൾ അവർക്ക് മനസ്സിലായി ബിൽഡിങ്ങിൽ തള്ളയെ വെച്ച് നമുക്ക് പണിയണം. പിള്ളേര് ഹ്യൂസ്റ്റണിൽ ഒത്ത്. അപ്പൊ അടുത്ത മരുന്ന് എഴുതുക. ഉടനെ പറഞ്ഞ അമ്മാമ്മേ ഈ രോഗം 1,00,000 പേരിൽ ഒരാൾക്ക്. അപ്പൊ അമ്മാമ്മ ക്രെഡിറ്റ് ആയി. എന്നാൽ നമ്മൾ ഫാസ്റ്റ് ഡോക്ടർ ചാണ്ടി പറഞ്ഞു ഇത് 1,00,000 പേരിൽ ഒരാൾക്ക്, അതെനിക്കേ വന്നുള്ളൂ. സ്തോത്രം. ഉമ്മ ആടെ നമുക്ക് ആ വിഷയമെല്ലാം വിട്ടാക്കി എന്തിനാ വെറുതെ അലോക്യം ഉണ്ടാക്കുന്നത്? ദൈവത്തിന്റെ മഹത്വം. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. മറ്റുള്ള ജാതിയും മതവും പറഞ്ഞ് വഴക്കുണ്ടാക്കരുത്. ബഹുമാനിക്കണം മറ്റുള്ളവരെ. അവരെ ശ്രേഷ്ഠ. നീ കടിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് എന്തുവാ വർത്താനം പറയുന്നത്? എന്താ പറഞ്ഞു? ഏതാണ്ട് പറഞ്ഞു. അയാൾ നിർത്തുകാലെന്നാ പറഞ്ഞേ. പിന്നെ ദൈവത്തെ ഭയപ്പെടാൻ. അപ്പൊ ആഭിചാരം പറ്റാതിരിക്കാൻ 1 രക്ഷിക്കപ്പെടണം. 2 വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം.
3 അഭിഷേകം പ്രാപിക്കണം. അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഓടിച്ചു നിർത്താം. 4 ആഭിചാരം പറ്റാതിരിക്കാൻ. 4 മോളെ 23-ന്റെ 9-ഉം 10-ഉം വായിര്. ശിലാഗ്രങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. അടുത്തത്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതും. എന്ന് പറഞ്ഞാൽ ആഭിചാരം പറ്റാത്തതിന്റെ 3 വേർപാട് പാലിക്കണം. ഇതൊക്കെ പെന്തിക്കോസ് ഉപദേശമാണ്, അല്ല നിന്നെ ചാടിച്ചേച്ച് പോകാനൊന്നുമല്ല. ഇന്ന് രാത്രി ഒരു വീട്, പിന്നെ എന്താ അത്യാവശ്യമാണെന്ന് അറിഞ്ഞില്ലേ? ആഭിചാരം പറ്റാതിരിക്കണമെങ്കിൽ നീ വേർപാട് പാലിക്കണം. ഇതൊക്കെ വേറെ പുസ്തകത്തിൽ ഉപദേശമാണ്. വേർപാട് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാനും, പറയുന്നത് പോലെ പറയാനും, പോകുന്നത് പോലെ പോകാനും, നടക്കുന്നത് പോലെ നടക്കാനും, പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ നമുക്ക് പ്രമാണമില്ല. ദൈവമക്കൾക്ക് പ്രമാണമുണ്ട്. നമ്മുടെ പ്രമാണമായത്. സ്തോത്രം. ഇതാണ് നമ്മുടെ പ്രമാണം. ഈ കന്നത്തടിച്ചാൽ ഇവിടെ കാണിച്ചു കൊടുക്കണം, അല്ല അവന്റെ കൊങ്ങായിക്ക് പിടിക്കുകയല്ല. 1 നാഴിക നടക്കാൻ നിർബന്ധിച്ചാൽ 2 നാഴിക അതാ. ശത്രുവിന് വിശക്കുന്നെങ്കിൽ അതൊക്കെ കൊടുക്കണമെന്ന്. എടാ, പിച്ചക്കാരനാന്നേലും വീട്ടിൽ വന്നാൽ ഉള്ളത് കൊടുക്കണം. രാവിലെ വരുന്നെങ്കിൽ അവനൊരു കട്ടൻ കൊടുക്കണം. ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടല്ലോ. ഉച്ചയ്ക്കാ വരുന്നെങ്കിൽ അവനെ വിശന്നാ വരുന്നെങ്കിൽ ഭക്ഷണം കൊടുക്കണം. നിന്റെ വീട്ടിൽ വന്നാൽ ഉണ്ടെങ്കിൽ കൊടുക്കണം. ഇത് ഗ്രില്ലെ പിടിച്ച് അവനുമായിട്ട് 3/4 മണിക്കൂർ സംസാരിച്ചു. പിന്നെ എന്നാ ഉണ്ട്? അവന്റെ വൈകിട്ട് പൈലോ അടിക്കുക. അന്നേരം ഗ്രില്ലെ പിടിച്ച് പിന്നെ എന്നാ ഉണ്ട്? വേറെ എന്നാ ഉണ്ട്? സുഖമാന്നേ. പിന്നെ അവന് ഭയങ്കര സുഖമല്ലയോ? എന്നാട്ടെ, അവൻ നല്ല ആട്ടാട്ടും അങ്ങോട്ട് ഇറങ്ങിയിട്ട്. നാട്ടെ അവൻ പറയാം, ആട്ടാ മാമേ. ഗേറ്റിന് ഇവിടെ നിന്ന് നല്ല -4 എല്ലാം പിടി കിട്ടുന്നുണ്ടോ? ഇത് വേർപാടിന്റെ ഉപദേശമാണ്. ലോകക്കാരെ പോലെ പോകാൻ നമുക്ക് പ്രമാണമില്ല. എല്ലാ ഉപദേശമാരും പറഞ്ഞത് കടമെടുത്ത് പറയുക. നാടോടുമ്പം നടുവേ കൂടാൻ പ്രമാണമില്ല. ചേരാത്തിന്ന് നാട്ടിൽ ചെല്ലുമ്പോൾ നടത്തുണ്ടോ നിന്നരുത്. ആകാശം വിശാലമാ. പൈലറ്റ് പറയാ നമുക്ക് ഇന്ന് ഇതിലേ പോകാം. അങ്ങനെ പോവോ? 2 പേരോട് കയറി ഇരുന്നപ്പോ എടാ നല്ല ഇടയുണ്ടല്ലോ എടാ, എന്നാ മറ്റേ പറ ഇതിലേ അങ്ങോട്ട് വിട്ടോ. അതിലേ വിടുവോ? വിട്ടാ നീ വല്ലോടത്തും ചെന്ന് നിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഒരുത്തനതല്ലേ വിട്ടത് കൊണ്ടല്ലയോ ആ വലിയ ബിൽഡിങ്ങിൽ ചെന്ന് കയറി അമേരിക്കയിലെ ഇല്ലേ? എത്ര എണ്ണമാ പൊലിഞ്ഞത്? പോകാൻ റൂട്ടുണ്ട്, കൺട്രോൾ റൂമുമായിട്ട് ബന്ധമുണ്ട്, പ്രത്യേക സിഗ്നൽ അവർക്കുണ്ട്. എനിക്കത് പറയാനൊന്നും അറിയാൻ മേല. ഇല്ലേ? ഉണ്ട്. എൻ്റെ അച്ഛാ ഞാൻ പറഞ്ഞാൽ തെറ്റും. എന്നാലും അച്ഛൻ വന്നത് ഗുണമായി. മനസ്സിലാകുന്നുണ്ടാവല്ലോ. കടൽ വലിങ്ങനെ ഭയങ്കരമായ സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം എല്ലാം കിടക്കുകയല്ലയോ. കപ്പിത്താൻ പറയാം നമുക്ക് ഇന്ന് ഇതിലേ കയറിപ്പോം കേട്ടോ. ഇല്ലില്ല, കപ്പലിന് ചാലുണ്ട്. കപ്പലിനൊരു അങ്ങനെ പറയാം, പെന്തിക്കോസുകാരനൊരു ചാലുണ്ട്. ഒത്തിരി സഭക്കാരുണ്ടെന്ന്. സഭയല്ല, ഒത്തിരി സഭക്കാരുടെ ബോർഡല്ല വിഷയം. ഇതാ ഇവിടുത്തെ വിഷയം. വേട്ടമല പണ്ടൊരു പാട്ട് പാടി, സഭകളന്നേകമാകും സർവേശ്വരൻ സകലർക്കും ഒന്നാകും. സഭകളന്നേകമാകും സർവേശ്വരൻ സകലർക്കും ഒന്നാകും. അന്ന് യാക്കോബ മാർത്തോമ റിത്ക റോമക്കാർ പെന്തക്കോസ് വേർപാടും. അന്ന് യാക്കോബ മാർത്തോമ റിത്ക റോമക്കാർ പെന്തക്കോസ് വേർപാടും. പിന്നെ CSI-ലെത്തിനും ലണ്ടനും ചർച്ചിലും യേശുവിലൊന്ന്. പിന്നെ CSI-ലെത്തിനും ലണ്ടനും ചർച്ചിലും യേശുവിലൊന്ന്.
ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഒത്തിരി സഭകളുണ്ട്. സഭയല്ല, സഭയുടെ പ്രമാണമല്ല വിഷയം, വേറെ പുസ്തകമായി ഇവിടുത്തെ പ്രമാണം. ഇതാ ഇതിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് കർക്കശമായി വേർപാട് പാലിക്കണം. ഒത്തിരി കാര്യം ഇവിടെ നിന്നൊക്കെ പ്രസംഗിച്ചാൽ കളുണ്ടെന്ന് വേർപാട്. ഇപ്പൊ കൺവെൻഷൻ ആയതുകൊണ്ട് എല്ലാം ഒന്നും പൊതുവിൽ കൂടി. എങ്കിലും രണ്ട് കാര്യം പറയാം. മറ്റുള്ളവരെ വിട്. പെന്തിക്കോസുകാരോട് ഞാൻ പറയാ, നീ വീട് വെക്കുമ്പോ സ്ഥാനം ഒന്നും നോക്കണ്ട. ആൾക്കാർ പറയും പാപ്പച്ച ഇതിലെ ഒരു വരത്തുപോക്കുണ്ടെന്ന്. പാപ്പച്ചൻ തന്നെ ഒരു വരത്തുപോക്കല്ലയോ? ഇത് കൂടുതൽ ആരതിലെ വരാനാ? കുഞ്ഞമ്മാമ്മയെ ഇതുപോലൊരു ഇതിലെ കൂടെ ഒരു കൊള്ളാം, കുഞ്ഞമ്മയുടെ വരവൊന്ന് കാണേണ്ടതാ. അത് കൂടുതൽ ആര് വരാനാ? അല്ല, ഇനി അഥവാ വല്ല വരത്തുപോക്കുണ്ടെങ്കിൽ ദൈവദാസന്മാരും ദൈവമക്കളും അങ്ങോട്ട് വന്ന് എന്റെ ശൈലിയാ, രണ്ട് ശൈലി പാട്ടുമൊക്കെ അങ്ങോട്ട് പാടി ആ തിരുവഴുത്തൊക്കെ ഒന്ന് വായിച്ച് പ്രാർത്ഥിച്ചാൽ ആമൻ തിരുവചനം പഠിപ്പിക്കുന്നത് ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. അല്ലെ അമ്മാമ്മേ, വീട് പണിയുമ്പോ കണ്ണും ദോഷം കിട്ടാതിരിക്കാൻ കള്ളിപ്പാലായുടെ എന്തിനാ നിന്റെ വീട്ടിൽ കള്ളിപ്പാല? ഓ, മനസ്സിലായില്ല. എന്തിനാന്ന് വെളിയിൽ നിന്നൊരു കള്ളി പിരിച്ചെഴുതിക്കും. ദൈവത്തിന്റെ മഹത്വം. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. പകൽ പറക്കുന്ന ഈ അസ്ത്രത്വയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരത്തെ പേടിപ്പാനില്ല, ഒരു പാറയും അടുക്കത്തില്ലെന്നായി പറഞ്ഞത്. ഇതൊക്കെ പ്രമാണമാ. അതുകൊണ്ട് നീ സ്ഥാനം ഒന്നും നോക്കണ്ട, നോക്കുന്നവര് നോക്കട്ടെ. നാളെ ഒന്നും നോക്കണ്ട. അയ്യോ എൻ്റെ അമ്മാമ്മേ, നല്ലൊരു ആലോചനയാണ്, പക്ഷെ നാളെ തമ്മിൽ എന്തുവാ നാള്? പറയാം. ഇപ്പോഴും പെന്തിക്കോസുകാരും നാളെ നോക്കുന്നവരുണ്ട്. ഉണ്ടെന്ന് നോക്കിയില്ലേലും പറയും ഞങ്ങളുടെ മേരിക്കുട്ടിക്ക് അത്തവാന്ന്. ആണോ? പിന്നെ എൻ്റെ അനിയത്തിക്ക് മകവാ. ആണോ? പിന്നെ അതല്ലേ അവക്ക് വെച്ചടി കയറ്റം. മകൻ പറന്ന മങ്കയെ കലം തുറന്നിരിക്കും. എടാ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിക്കുന്ന നീ ഇത് ആചരിക്കരുത്. മറ്റുള്ളവരുടെ കാര്യം വിട്, അതവര് നോക്കട്ടെ. നിന്നോടായി പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെയുള്ളതൊന്നും നോക്കണ്ട. പിന്നെ ഞാൻ എപ്പോഴും പറയും, നമ്മളിപ്പോ ഒരു നാള് നോക്കുന്നുണ്ട്. ഏത് നാളാ? സൈക്കിളിന്റെ കാറ്റടിക്കും പോലെ നമ്മളിപ്പോ ഒരു നാള് ഞാനൊരു നാള് നോക്കുന്നുണ്ട്. പാടാൻ വയ്യെങ്കിലും എടുത്ത് ഒന്ന് വായിച്ചു. ആ നാളും നാഴികയും ഞാൻ നോക്കി, ആ നാളും നാഴികയും ഞാൻ നോക്കി, സിയോൻ മണവാളനൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങൾ എത്ര കാത്തിടേണം. സിയോൻ മണവാളനൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങൾ എത്ര കാത്തിടേണം. ആ നാളും നാഴികയും ഞാൻ നോക്കി, ആ നാളും നാഴികയും ഞാൻ നോക്കി. അപ്പൊ ശ്രദ്ധിക്കുക, ഇപ്പൊ നോക്കുന്ന നാള് അത്തോം ചിത്രയും ചോദ്യമൊന്നുമല്ല, കർത്താവിന്റെ നാള് നോക്കിയിരിക്കുക. അതിനാ കാക്ഷിച്ചിരിക്കുക. അതുകൊണ്ട് ആ വിചാരം പറ്റാത്തതിന്റെ നാലാമത്തെ കാര്യം വേർപാട് പാലിക്കണം. അഞ്ചാമത്തെ കാര്യം അത് പറഞ്ഞങ്ങ് നിർത്താം. അഞ്ചാമത് ഒരു കണക്കാകും. ദാവീദ് 5 കല്ല് എടുത്തെന്നും കൈക്ക് 5 വിരല് ഉണ്ടെന്നും ആദ്യത്തെ 5 പുസ്തകം പഞ്ചഗ്രന്ഥമാണെന്നും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 5 പുസ്തകം അപ്പോസ്തലർ കൊണ്ട് ചേർത്ത് അതൊരു 5ന്റെ കണക്കാ. പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും ഒക്കെ ഒരു 5 ഒരു നല്ല കണക്കാ. അപ്പൊ ഒരു 5 കാര്യം ഇരിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്ന് ആഭിചാരം പറ്റാതിരിക്കാൻ രക്ഷിക്കപ്പെടണം. 2 നീ സ്നാനപ്പെടണം. ഇത് നിർബന്ധിച്ചൊന്നുമല്ല, ആരും നിർബന്ധിക്കത്തില്ല.
സമ്മർദ്ദവും ഇല്ല. ഒരുത്തരം ചില പറയാം മതം മാറ്റുന്നത് ആരെ ഞാൻ അന്നെ പറഞ്ഞ് തിരിച്ചു പോകാനാ പറയുന്നത്. നീ ഇവിടെ വന്ന് കൈ ഒടിക്കല്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയല്ല, എന്തിനിങ്ങനെ വന്ന് നത്തിരിക്കും പോലെ കുത്തിയിരിക്കുന്നു. ഇവിടെ പോടേ. പക്ഷേ നീ വരികയാണെങ്കിൽ പഴയ ആൾക്കാർ പറയല നനഞ്ഞിറങ്ങിൽ കുളിച്ച് തന്നെ കയറണം. നില പ്യുവർ പെന്തിക്കോസ് ആയിരിക്കണം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിന്റെ അളിപൊളിയൊന്നും കാണിക്കരുത്. ഇത് പെന്തിക്കോസിന്റെ വീര്യം ഉണ്ടായിരിക്കണം, വിശ്വാസത്തോട് വീര്യം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നല്ല തെറമോടെ നിൽക്കണം. ഒരു കുഞ്ഞോളച്ചമ്മ പണ്ട് പറയുന്നത് തടിപ്പുറത്ത് വെടി പോലായിരിക്കണം. ഊശിലുണ്ടായിരിക്കണം. ചിലരൊക്കെ പെന്തിക്കോസിലാണോ? അങ്ങനൊന്നും ഇല്ല. ഇങ്ങനെ മാർത്തോമയിലാണോ? ഇല്ല. എവിടാന്ന് ഇവന് തന്നെ ഇതുവരെ അറിയാൻ മേല. ഞാൻ എൻ്റെ കാര്യം പറയാം. എനിക്ക് എൻ്റെ കാര്യം പറയാമല്ലോ. ഞാൻ പെന്തിക്കോസ് വന്നിട്ട് 35 വർഷമായി. ഇന്ന് വരെ തോന്നിട്ടില്ല വന്നത് അബദ്ധമായെന്ന്. ഇന്ന് വരെ തോന്നിട്ടില്ല വന്നത് മണ്ടത്തരമായെന്ന്. എനിക്കിപ്പോഴും ദുഃഖമാണ്. നേരത്തെ വരാനോ കാഞ്ഞതാ. അപ്പൊ നിങ്ങൾ പറയാം ആണ്ടാ പെന്തിക്കോസ്കാരൻ, നീ അതൊക്കെ അവരും ദൈവവും കൂടെ തീർത്തോളും. ഇതാ ഇതിന്റെ പ്രമാണം. നമുക്കിപ്പോ എല്ലാവരും കൊണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് വരുമ്പോ എന്തും വേണ്ട വണ്ടിയായി ഇടിച്ച് കിടക്കുന്ന വിശുദ്ധ കൊടുത്ത് കിടക്കുന്ന വണ്ടിയുണ്ട്, ഇല്ലേ? ഒരഞ്ഞു നിൽക്കുന്ന വണ്ടിയുണ്ട്. എന്നാൾ ചിലപ്പോൾ 4 വീലും കിടന്ന് കിടക്കാൻ നന്നാരെ ഇടിച്ചതാ. ഉടനെ നമ്മൾ പറയാം ഞാനങ്ങ് തിരുവനന്തപുരത്തിന് പോകുന്നില്ല. നീ അതിന്റെ നിയമം അനുസരിച്ച് പ്രാർത്ഥിച്ച് സൂക്ഷിച്ച് ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് നീ അങ്ങ് പൊക്കോ. പിന്നെ എന്തെങ്കിലും വൈതരണി വന്നാൽ ദൈവം ദൂതനെ വിടും. നിന്നെ ഭദ്രമായി ദൈവം കാക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇടിച്ച് അവിടെ ഇവിടെ ആക്സിഡന്റ് ഉണ്ടായി പേടിക്കണ്ട. അങ്ങനെയൊക്കെ ഒത്തിരി പേര് കാണും. അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷെ പ്രമാണം ഇതാ, നീ വേർപാട് പാലിക്കണം. 5 അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. 24:19 വായിച്ചേ മോളെ. യാക്കോബിൽ നിന്നൊരുത്തൻ ഭരിക്കും. മതി. ആഭിചാരം പറ്റാത്തതിന്റെ 5ാമത്തെ കാര്യം, യാക്കോബിൽ നിന്നൊരുത്തൻ ഭരിക്കും എന്ന് പറഞ്ഞാൽ ഒരുവൻ ഭരിക്കാനായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ ആ വരവിന് 2 ഘട്ടമാ. മേഘപ്രത്യക്ഷതയും മഹത്വപ്രത്യക്ഷതയും. ഒരുവൻ ഭരിക്കാൻ വരുന്നുണ്ട്. ഒരിക്കൽ അവൻ ഇവിടുന്ന് വന്നു. എന്തിന്? മനുഷ്യരാശിയെ രക്ഷിക്കാൻ. ചെയ്തോ? ക്രൂശിൽക്ക് വെച്ച് രക്തം ചിന്തി അവൻ ജീവനെ തന്ന് ശരീരം മുറുക്കപ്പെട്ട് മുതുക ഉടവജാല് പോലെ നീളത്തിൽ കീറപ്പെട്ട് മുഖത്തെ രോമമെല്ലാം പിടിതെടുത്ത് മുൾക്കിരീടധാരിയായി അവൻ സ്തോത്രം കണ്ടാൽ ആളല്ലതോറുമാറി വിരൂപമാക്കപ്പെട്ടവൻ ക്രൂശ് മരണം കൈവരിച്ച് അവൻ ഒടുവിൽ തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു. അരുമ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടവരെ ബലാന്യോളം കൂട്ടിക്കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്തവർ നോക്കി നിൽക്കുമ്പോൾ അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി മേഘം വന്ന് മൂടി മറച്ചിട്ടും കണ്ണു വെട്ടിക്കാതെ നോക്കി നിന്ന് ശിഷ്യവൃന്ദത്തോട് 2 ദൂതന്മാര് പറഞ്ഞു, എന്തിനാ മേപ്പോട്ട് നോക്കി നിൽക്കുന്നത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തിരിച്ചു വരും.